ഹായ് ഓൾ, നമ്മളിന്ന് കോംപ്ലക്സ് അനാലിസിസിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. എനിവേ, നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ സെക്ഷൻ വരുന്നത് റെസിഡ്യൂസ് ആൻഡ് റെസിഡ്യൂ തിയറം ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് റെസിഡ്യൂവിൻ്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ റെസിഡ്യൂവിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ചോദ്യമാണ് ഫൈൻഡ് ദി റെസിഡ്യൂ. റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റിൽ തന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കണം ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റെസിഡ്യൂ ആയിട്ട് സിമ്പിൾ പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോർമുലയുടെ ഒരു പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. റെസിഡ്യൂ ആയിട്ട് പോൾ ഓഫ് ഓർഡർ എന്നിൻ്റെയും ഒരു പ്രൂഫ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പ്രൂഫ്, അതായത് ഫോർമുലയുടെ പ്രൂഫ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞാൽ ചോദിക്കത്തില്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ ഫോർമുല ഉപയോഗിച്ച് റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സിമ്പിൾ പോൾ ഒക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. സോ ആ ഫോർമുല യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പറ്റുമെങ്കിൽ ആ തിയറവും അതിൻ്റെ പ്രൂഫും പഠിക്കുക. കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റെസിഡ്യൂ എന്താണെന്നും റെസിഡ്യൂവിൻ്റെ ഫോർമുല എന്താണെന്നും ആ ഫോർമുല യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ പറയുന്ന പോളിനോമിയൽ റാഷണൽ ഫംഗ്ഷൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പ്രോബ്ലമാണ് റെസിഡ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ്. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം വരുന്നത് കോഷി റെസിഡ്യൂ തിയറമാണ്. അപ്പോൾ കോഷി റെസിഡ്യൂ തിയറവും അതിൻ്റെ പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൂഫ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. പിന്നെ കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം തന്നെയാണ്. കൂടുതലും കോംപ്ലക്സിൽ പ്രോബ്ലം തന്നെയാണ്. അതിൽ തന്നെ റെസിഡ്യൂ കണ്ടുപിടിക്കുക, കോഷി റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇന്നൊരു ചോദ്യങ്ങളും വിട്ട് കളയാനില്ല. പിന്നെ നമ്മളാണെങ്കിൽ എക്സസൈസ്, നമ്മളുടെ PDF നോട്ടിൽ എക്സസൈസ് പ്രോബ്ലംസും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ PDF വാങ്ങിയിട്ട് ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ നോക്കാം. നമ്മളുടെ ഒരു PDF നോട്ടിന് ഒരു പേപ്പർ ആണെങ്കിൽ 500 രൂപയും അതേപോലെ തന്നെ എല്ലാ പേപ്പറും ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഇനിയുള്ള 4 പേപ്പറിനും കൂടി 1500 രൂപ, 3 പേപ്പറിൻ്റെ പൈസ എന്നാലും നിങ്ങൾക്ക് 4 പേപ്പറും വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും കൊടുത്തിട്ടുണ്ട്, എക്സസൈസും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് കോൺസിക്വൻസ് ഓഫ് റെസിഡ്യൂ തിയറം ആണ്. ഇത് നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതായത് പ്രോബ്ലംസ് ആണ് വരുന്നത്. കണ്ടോ, ആദ്യത്തെ പ്രോബ്ലം ട്രിഗണോമെട്രിക് ഇൻ്റഗ്രൽസ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഇതൊക്കെ 15 മാർക്കിൻ്റെ എസ്സേയുടെ സബ് ക്വസ്റ്റിനായിട്ട് നിങ്ങളടുത്ത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഈ ഒരു PDF നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും എസ്സേ പാർട്ടിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോബ്ലം ആണ്. ഈ പറയുന്ന കഥയൊന്നും നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് ഇല്ല. കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നുള്ളത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്നുള്ളത് 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നോട്ടും കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പ്രോബ്ലം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് പഠിക്കുക. ഇപ്പോൾ ഈ കോഷി പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് പ്രോബ്ലം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സും അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ബാക്കി പേപ്പറുകൾക്ക് വേണമെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റും. സോ ഇതിനകത്തെല്ലാം ഈ പറയുന്ന നോട്ട് വായിക്കുക, ജസ്റ്റ് ഒന്ന് വായിക്കുക, അതിൻ്റെ ഫോർമുല പഠിക്കുക. ഫോർമുല പഠിച്ചിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ സഹായിക്കുന്ന തിയറങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് നിങ്ങളുടെ പ്രോബ്ലം തന്നെയാണ്. എക്സസൈസ് പ്രോബ്ലംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തു പഠിക്കുക. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മൊഡ്യൂൾ 3ലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മൊഡ്യൂൾ 3ൽ നിങ്ങൾക്ക് വരുന്നത് ലീനിയർ മാപ്പിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് കോംപ്ലക്സ് ലീനിയർ ഫംഗ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ്, ഇത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. ട്രാൻസ്ലേഷൻ എന്താണെന്നൊക്കെ 1 മാർക്കിന് ഡെഫിനിഷനായിട്ട് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി കോംപ്ലക്സ് ലീനിയർ ഫംഗ്ഷനിൽ എന്താണ് ട്രാൻസ്ലേഷൻ, എന്താണ് റൊട്ടേഷൻ, അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, മാഗ്നിഫിക്കേഷൻ എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ പ്രോബ്ലം ജസ്റ്റും ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് വേണമെങ്കിൽ അത് മാത്രം 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റും.
ഇനി അതേപോലെ തന്നെ അടുത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്താണ് ലീനിയർ മാപ്പിംഗ്. അപ്പോൾ ലീനിയർ മാപ്പിംഗ് എന്താണ് നിങ്ങൾ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറം വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ തിയറം നിങ്ങൾ ജസ്റ്റ് പഠിച്ച് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു തിയറമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. കണ്ടോ, ഈ പറയുന്ന ഇതൊക്കെ നല്ല പ്രോബ്ലമാണ്. FOZ കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ മൊഡ്യൂൾ കുറച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മൊഡ്യൂളിനേക്കാൾ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചാൽ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കര കാര്യമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, മാഗ്നിഫിക്കേഷൻ പഠിക്കുക, ലീനിയർ മാപ്പിംഗ് എന്താണെന്ന് പഠിക്കുക, പിന്നെ എൻ്റെ എക്സാമ്പിൾ പ്രോബ്ലംസും കാര്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കൺഫോർമൽ മാപ്പിംഗ് ആണ്. അപ്പോൾ കൺഫോർമൽ മാപ്പിംഗ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ ഗ്രാഫൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇതിൽ കുറേ കഥ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡെഫിനിഷനാണ് മെയിൻ. കൺഫോർമൽ മാപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ കർവ് എന്തൊക്കെയാണ്, കൺഫോർമൽ മാപ്പിങ്ങിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ കർവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 1 മാർക്കിന് പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൽ നിന്ന് തിയറം വരുന്നുണ്ട്. അതായത് കൺഫോർമൽ മാപ്പിംഗ് നമ്മൾ എടുക്കുമ്പോൾ എഫ് അനലിറ്റിക് ഫംഗ്ഷനാണ്, f'(z0) ആണെങ്കിൽ W=f(z) ഒരു കൺഫോർമൽ മാപ്പിംഗ് അറ്റ് z0 ആയിരിക്കും. ജസ്റ്റ് തിയറം മാത്രം വായിച്ചു വയ്ക്കുക. പിന്നെ അടുത്ത നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ ചോദിക്കാവുന്നതാണ്. അനലിറ്റിക് ഫംഗ്ഷൻസ് ആർ നോട്ട് കൺഫോർമൽ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളത് നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ആംഗിൾ മാഗ്നിഫിക്കേഷൻ അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ്, അത് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഓൾ പോയിന്റ്സ് വെയർ മാപ്പിംഗ് f(z) = sin z ഈസ് കൺഫോർമൽ. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റ്സിൽ കൺഫോർമൽ അല്ലെന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേ കണക്കൊരു വേറൊരു ചോദ്യമാണ് W=f(z) എവിടെയൊക്കെയാണ് കൺഫോർമൽ എന്ന് പറയുന്ന കുറേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ചോദിക്കാം. അതായത് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് ആ ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റുകളിലാണ് കൺഫോർമൽ ആവുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ കൺഫോർമൽ മാപ്പിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആ കൺഫോർമൽ എവിടെയൊക്കെയാണ് കൺഫോർമൽ അല്ലാത്തതെന്നുള്ള പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ലീനിയർ മാപ്പിംഗ് പഠിച്ചു, അടുത്ത സെക്ഷനിൽ കൺഫോർമൽ മാപ്പിംഗ് പഠിച്ചു, അടുത്ത സെക്ഷനിൽ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫർമേഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫർമേഷൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ ഉണ്ടോ ഈ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ലീനിയർ ഫ്രാക്ഷണൽ ആൻഡ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടീന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതി പോകാൻ പറ്റും. അതായത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കലിൻ്റെയും ട്രാൻസ്ലേഷൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് നിങ്ങൾക്ക് ഒരു തിയറം ഉണ്ട്. ആ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന T(z) കൺഫോർമൽ ആണെന്ന് പറയുന്നൊരു തിയറം ഉണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. T(z) കൺഫോർമൽ ആണ്, T11 ആണെന്നൊക്കെ പറയുന്ന തിയറം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടീയുടെ കുഞ്ഞു പ്രോപ്പർട്ടീസ് ആണ് അവിടെ പറയുന്നത്. പിന്നെ ടീയുടെ ഇമേജസ് കണ്ടുപിടിക്കുക. T(z) കണ്ടിട്ട് ഇമേജസ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. എളുപ്പമുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പഠിക്കണം. ടീയുടെ ഇമേജസ് കണ്ടുപിടിക്കുക. പിന്നെ സർക്കിൾ പ്രിസർവിങ് പ്രോപ്പർട്ടി, അത് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കുക, സ്റ്റേറ്റ് സർക്കിൾ പ്രിസർവിങ് പ്രോപ്പർട്ടി. പക്ഷേ പിന്നെയും ഞാൻ പറയുന്നു, ഇതിനകത്തൊക്കെ പ്രോബ്ലം ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത്. അതൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്ത എക്സാമ്പിൾ പ്രോബ്ലംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. പിന്നെ ക്രോസ് റേഷ്യോയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാം. ഞാൻ വെറുതെ ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നു, ഞാൻ ചുമ്മാ എൻ്റെ ഒരു സജഷൻ പറയുന്നു. ക്രോസ് റേഷ്യോ ചിലപ്പോൾ 1 മാർക്കിന് എക്സാമിന് ചോദിക്കും ഒന്ന് വിചാരിക്കുന്നു. ക്രോസ് റേഷ്യോ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ ക്രോസ് റേഷ്യോ ചോദിക്കും, അല്ലെങ്കിൽ ക്രോസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ ക്രോസ് റേഷ്യോയുടെ ഡെഫിനിഷനും പഠിക്കണം, ക്രോസ് റേഷ്യോ കണ്ടുപിടിക്കാനും പഠിക്കണം. പിന്നെ ക്രോസ് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറം ഉണ്ട്. W=T(z) ആണെങ്കിൽ Z1, Z2, Z3 എന്ന് പറയുന്ന 3 പോയിൻറ്റ്സും W1, W2, W3 എന്ന് പറയുന്ന 3 പോയിൻറ്റ്സിനും സെയിം ക്രോസ് റേഷ്യോ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു തിയറം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സാമ്പിൾസ് ഒന്നും പഠിക്കാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ 3ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഈ 2ാമത്തെ മൊഡ്യൂളും 3ാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പേപ്പറുകളുടെയൊക്കെ നോട്ട്സൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. Okay, thank you.